വെൽക്കം ഓൾ. എല്ലാവർക്കും ഷുവർ ഷോട്ട് PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. എന്നിട്ട് വളരെ എളുപ്പം എങ്ങനെയാണ് നമുക്കിത് പഠിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ അധികം ഗ്രാമർ യൂസ് ചെയ്യാതെ, അധികം ടെൻസ് യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സിലബസ് അനുസരിച്ച്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 12th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. മിച്ചു ഈസ് സിംഗിങ് എ സോങ്. മിച്ചു ഈസ് സിംഗിങ് എ സോങ്. അപ്പം ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ പാസീവ് വോയിസ് എഴുതാനായിരുന്നു അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ട് മിച്ചു ഈസ് സിംഗിങ് എ സോങ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പാസീവ് വോയിസ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ആക്റ്റീവ് വോയിസ് അറിയണം. അതിനുശേഷം ഈ ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സെന്റൻസ് ആണ്, ഇംഗ്ലീഷിലെ സെന്റൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ്? ഇംഗ്ലീഷിലെ സെന്റൻസിന്റെ സ്ട്രക്ചർ അത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് രീതിയിലാണ് നമ്മൾ എന്താണ് ഇംഗ്ലീഷിലൊരു സെന്റൻസ് എഴുതുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ മാത്രമേ ഗ്രാമാറ്റിക്കലായിട്ട് അത് കറക്റ്റ് ആയിട്ടിരിക്കൂ. ഇപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസിൽ ആരെ പറ്റിയാണോ അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ മെൻഷൻ ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. ഇനി എന്താണോ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് അതാണ് എന്ത് വെർബ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ വെർബിനോട് ചോദിക്കുകയാണ് ആരെ അല്ലെങ്കിൽ എന്തിനെ, അല്ലെ ഹൂം ഓർ വാട്ട്, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് നമ്മൾ ഈ വെർബിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ സെന്റൻസിൽ എന്തില്ല, ഒബ്ജക്റ്റ് ഇല്ല. ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ ആണല്ലോ. ഒരു സെന്റൻസിൽ സബ്ജക്റ്റും വെർബും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിൽ മാത്രമേ നമുക്ക് പാസീവ് വോയിസ് എഴുതാനായിട്ട് പറ്റൂ. ഇപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിൽ മാത്രമേ നമുക്ക് പാസീവ് വോയിസുകൾ എഴുതാനായിട്ട് പറ്റൂ. അത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, മിച്ചു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഈ സിംഗിങ് എന്ന് പറയുന്നതാണ് വെർബാണ്, എ സോങ് എന്ന് പറയുന്നത് എന്താണ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? സിംഗ്, പാടുക എന്ന വെർബിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചു. ആരെ പാടുന്നു, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടിയില്ല. അപ്പോൾ എന്ത് പാടുന്നു എന്ന് ചോദിച്ചപ്പോൾ ആൻസർ കിട്ടിയില്ലേ. എന്ത് പാടുന്നു, സോങ് പാടുന്നു. അപ്പോൾ എന്ത് എന്നതിന് ആൻസർ കിട്ടി. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിൽ മാത്രമേ നമുക്ക് പാസീവ് വോയിസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അവിടെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ കഴിയില്ല. എന്താണ്, നോ പാസീവ് വോയിസ് എന്ന് മാത്രമേ അവിടെ എഴുതാനായിട്ട് കഴിയൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്? നോ പാസീവ് വോയിസ്, ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും അധികം ചോദിച്ചിട്ടില്ല, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ മിച്ചു ഈസ് സിംഗിങ് എ സോങ് ആണ്. ഇനി നമ്മൾ എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സെന്റൻസിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഫോമിലാണെങ്കിൽ അല്ലെ SVO പാറ്റേൺ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് പാറ്റേണിലാണ് നമ്മൾ സെന്റൻസ് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയും. അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയും. എന്തെന്ന് പറയും? ആക്റ്റീവ് വോയിസ് എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും പാസീവ് വോയിസ്? അപ്പോൾ ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റ് വരികയും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് സബ്ജക്റ്റ് പോവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് എന്ത് വരും? സബ്ജക്റ്റും വരും. അപ്പോൾ അത് എന്തായിട്ട് മാറും? അപ്പോഴത് പാസീവ് വോയിസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോഴത് പാസീവ് വോയിസ് ആയിട്ട് മാറും. ഓക്കെ. ആദ്യം നമ്മളവിടെ ഒബ്ജക്റ്റ് എഴുതണം. പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റിലാണ് തുടങ്ങേണ്ടത്. അതിനുശേഷം വെർബ്, അതിനുശേഷം എന്താണ്, അവസാനമാണ് നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നത്. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. അതിന്റെ സ്ഥാനം എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. പക്ഷേ മീനിങ്ങിൽ മാറ്റം വരില്ല. അർത്ഥത്തിൽ വലിയ മാറ്റങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വരില്ല എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, മിച്ചു ഈസ് സിംഗിങ് എ സോങ്. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ എ സോങ് ഈസ് ബീയിങ് സങ് ബൈ മിച്ചു. സിംഗ് ബൈ മിച്ചു. ഓക്കെ ആണല്ലോ. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ മിച്ചു എന്ന് മാറും. ഇത് അല്ലെ, എ സോങ് എന്നത് എന്തായി മാറി? സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റ് വന്നു. ഇനി ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് എന്ത് പോയി? നമ്മുടെ സബ്ജക്റ്റും പോയി. പക്ഷെ മീനിങ്ങിൽ മാറ്റമുണ്ടോ? മീനിങ്ങിൽ മാറ്റമൊന്നുമില്ല. അപ്പം ഇതാണ് പാസീവ് വോയിസ്. ഇതാണ് എന്ത്
പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം, ഈസി ആയിട്ട് എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നോക്കാം. നമ്മൾ 5 കാര്യങ്ങളിലൂടെ, അപ്പോൾ 5 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് പാസീവ് വോയിസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ 5 കാര്യത്തിലൂടെയാണ് നോക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 12 ടെൻസുകളുണ്ട്. അപ്പോൾ ഈ 12 ടെൻസിൽ നിന്ന് 8 ടെൻസിനാണ് പാസീവ് വോയിസ് ഉള്ളത്. അതുപോലെ 4 ടെൻസിന് എന്തില്ല, പാസീവ് വോയിസ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കണമെങ്കിൽ കൂടുതലായിട്ട് എന്താണ്, ടെൻസ് പഠിക്കേണ്ടി വരും. ഇപ്പോൾ ടെൻസ് പഠിച്ച് നമുക്ക് വട്ടാകുന്നതിന് പകരം നമുക്ക് ഈ സിമ്പിൾ മെത്തേഡിലൂടെ അധികം ടെൻസ് യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസ് കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം വളരെ എളുപ്പത്തിൽ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമുക്ക് തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കി മാറ്റുന്നത് നോക്കാം. അപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ ഫോം നമ്മൾ ആദ്യം പഠിച്ചു വെച്ചേക്കണം. എന്താണ് സിമ്പിൾ പ്രസന്റ് ഫോം? ഇവിടെ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. എന്താണ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്തിന്റെ ഫോം? സിമ്പിൾ പ്രസന്റിന്റെ ഫോം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ നോക്കുക, ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പോൾ സബ്ജക്റ്റ് V1 പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആൻ ആപ്പിൾ ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിൽ മാത്രമേ നമുക്ക് പാസീവ് വോയിസ് എഴുതാൻ പറ്റൂ. ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ടത് ആം ഈസ് ആർ പ്ലസ് V3 പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ആം ഈസ് ആർ പ്ലസ് V3 എന്ന് ഓർത്തിരിക്കുക. എന്താണ് ആം ഈസ് ആർ പ്ലസ് V3. ഇപ്പോൾ V3 നമ്മൾ എപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റിയാലും വെർബിന്റെ 3ാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റിയാലും അവിടെ V3 ഫോം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും V3 ഫോം ഉണ്ടോ എന്ന് നോക്കുക. എല്ലാത്തിലും V3 ആണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഫോമിൽ വരുന്നത് എന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ആം ഈസ് ആർ പ്ലസ് V3യിലേക്ക് മാറ്റണം. നോക്കാം. അപ്പോൾ നമ്മൾ ഏതിൽ തുടങ്ങും? ആദ്യം നമ്മൾ ഒബ്ജക്റ്റിൽ തുടങ്ങാം. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഏതിലാണ് തുടങ്ങേണ്ടത്? ഒബ്ജക്റ്റിൽ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ആൻ ആപ്പിൾ. ഒബ്ജക്റ്റ് ഏതാണ്? ആൻ ആപ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഒബ്ജക്റ്റ് ഏതാണ്? ആൻ ആപ്പിൾ ആണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. അത് നമ്മൾ എഴുതിയ ഈ ഒബ്ജക്റ്റ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ ഓക്സിലറി വെർബുകൾ കൊടുക്കാൻ. ഒബ്ജക്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഇവിടെ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ കൊടുക്കുക, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ കൊടുക്കണം. ഇവിടെ ആൻ ആപ്പിൾ ആണല്ലോ. അപ്പോൾ ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആം ഒരിക്കലും ഉപയോഗിക്കില്ല. ഐയുടെ കൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണം, ആം ഉപയോഗിക്കുള്ളൂ. ആൻ ആപ്പിൾ ഈസ് അല്ലേ, ആപ്പിൾ ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഏത് ഉപയോഗിക്കണം? ഈസ് ഉപയോഗിക്കണം. ഇവിടെ ആപ്പിൾസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ? ആർ ഉപയോഗിച്ചേനെ. ഓക്കെ ആണല്ലോ. പ്ലൂറൽ ആയിരുന്നെങ്കിൽ ആർ ഉപയോഗിക്കും. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. ആൻ ആപ്പിൾ ഈസ്. ഓക്കെ ആണല്ലോ. ഇനി തന്നിരിക്കുന്ന വെർബിന്റെ 3ാമത്തെ ഫോം എഴുതണം. ഇവിടെ വെർബ് ഏതാണ്? ഈറ്റ്സ് ആണ്. ഈറ്റ് ആണല്ലോ. ഇപ്പൊ ഈറ്റിന്റെ V3 ഫോം ഏതാണ്? ഈറ്റിന്റെ V3 ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ നമുക്കറിയാം. ഇപ്പൊ ഈറ്റൺ ആണ് V3. ഏതാണ്? ഈറ്റൺ ആണ്. അപ്പൊ ആൻ ആപ്പിൾ ഈസ് ഈറ്റൺ. കണ്ടല്ലോ. ആം ഈസ് ആർ പ്ലസ് V3. ഇപ്പൊ സിമ്പിൾ പേഴ്സൺ ആണെങ്കിൽ ആം ഈസ് ആർ പ്ലസ് V3 സിമ്പിൾ ആണ്. ആൻ ആപ്പിൾ ഈസ് ഈറ്റൺ. ഇനി ബൈ, നമ്മളെപ്പോഴും പാസീവ് എഴുതുന്ന സമയത്ത് ബൈ പ്ലസ് ആണ് എഴുതേണ്ടത്. ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഷീ ആണല്ലോ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ എഴുതുകയാണ്, സെന്റൻസിന്റെ അവസാനം വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഷീ എന്ന് ഒരിക്കലും എഴുതാറില്ല. പകരം ഷീക്ക് വരെ അവിടെ എന്താണ് എഴുതുന്നത്? നമ്മൾ ഹെർ ആണ് എഴുതുന്നത്. ബൈ ഹെർ. എന്താണ്? ബൈ ഹെർ. ഇപ്പൊ എങ്ങനെ ഒന്നും മനസ്സിലായല്ലോ. ആൻ ആപ്പിൾ ഈസ് ഈറ്റൺ. എപ്പോഴും നമ്മൾ V3 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാസീവിലേക്ക് മാറ്റുമ്പോൾ ഈസ് ഈറ്റൺ ബൈ ആര്? ബൈ ഹെർ. ഓക്കെ ആണല്ലോ. ബൈ ഹെർ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താണ് ഈ ബൈ തന്നിരിക്കില്ല, ബൈ പ്ലസ് സബ്ജക്റ്റ് തന്നേക്കില്ല. ചിലപ്പോൾ ഇവിടെ വരെ തന്നേക്കൂ, ഈറ്റൺ മാത്രമേ തന്നേക്കൂ. അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ എല്ലായ്പ്പോഴും ബൈ പ്ലസ് സബ്ജക്റ്റ് തന്നേക്കില്ല. ഇനി വേറൊരു കാര്യം കൂടി ഓർക്കുക, എല്ലാ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്തും നമ്മൾ ബൈ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ചില അപൂർവ സന്ദർഭങ്ങളിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കാണ്ട്, വിത്ത് ഉപയോഗിക്കാണ്ട്. ഏതൊക്കെയാണ്? അറ്റും വിത്തും ഉപയോഗിക്കാണ്ട് ചില അപൂർവ സന്ദർഭങ്ങളിൽ. അത് നമുക്ക് പറയാം. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നതാണ് എപ്പോഴും ബൈ ആണ് ചേർക്കുന്നത്. പക്ഷെ ചില അപൂർവമായിട്ടുള്ള ചില അപൂർവ സെന്റൻസുകളിൽ നമ്മൾ അവിടെ അറ്റും വിത്തും ചേർക്കാറുണ്ട്. ആ സെന്റൻസുകളെ പറ്റി നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് പാസീവിലേക്ക് മാറ്റിയത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആം ഈസ് ആർ പ്ലസ് V3. എത്രയുള്ള? ആം ഈസ് ആർ പ്ലസ് V3. ബാക്കിയെല്ലാം നമുക്കറിയാം. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് സബ്ജക്റ്റ് വരും, അല്ലെ? സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റ് പോകും, നമുക്ക് അറിയാവുന്നതാണ്. ലാസ്റ്റ്
ഷീ ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതി, ലാസ്റ്റ് വരുന്നതാണെങ്കിൽ ഹെർ എഴുതും, ഷീ ആണെങ്കിൽ ഹെർ എഴുതും. ഇവിടെ ഐ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതിയേനെ, ലാസ്റ്റ് മീ എഴുതും. ഐ ആയിരുന്നെങ്കിൽ മീ എഴുതിയേനെ. ഹി ആയിരുന്നെങ്കിൽ എന്ത് എഴുതും, ഹി ആണെങ്കിൽ അല്ലേ ഹിം എഴുതും, ലാസ്റ്റ് വരികയാണെങ്കിൽ ഹിം എഴുതും. അതുപോലെ യു ആയിരുന്നെങ്കിൽ യു തന്നെ എഴുതും, യു ആണെങ്കിൽ യു തന്നെ എഴുതും. ദേ ആണെങ്കിൽ എന്ത് എഴുതും, ദേ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ദം എഴുതും. ദേ ആയിരുന്നെങ്കിൽ ദം എഴുതും. ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ഷീ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹെർ എഴുതും. അതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ട്, ഏതാണ് വി. വി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, അവസാനം അസ് എഴുതും. വി ആണെങ്കിൽ ബൈ പ്ലസ് അസ് എഴുതും. ഷീ ആണെങ്കിൽ ബൈ പ്ലസ് ഹെർ എഴുതും. ദേ ആണെങ്കിൽ ബൈ പ്ലസ് ദം എഴുതും. യു ആണെങ്കിൽ ബൈ പ്ലസ് യു എഴുതും. ഹി ആണെങ്കിൽ ബൈ പ്ലസ് ഹിം എഴുതും. ഐ ആണെങ്കിൽ ബൈ പ്ലസ് മീ എഴുതും എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻ ആപ്പിൾ ഈസ് ഈറ്റൻ ബൈ ഹെർ എങ്ങനെ വന്നു എന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സിമ്പിൾ പാസ്റ്റ് തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്താണ്, അത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് പഠിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, എന്താണ് V1 V2 V3 ഫോംസ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. വെർബുകളുടെ V1 V2 V3 ഫോംസ് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക്, അല്ലെങ്കിൽ ലുക്ക് ലുക്ഡ് ലുക്ഡ്, അല്ലെങ്കിൽ എന്താണ് ഈറ്റ് ഏറ്റ് ഈറ്റൺ, അതുപോലെ റീഡ് റെഡ് റെഡ്, അതുപോലെ എന്താണ് ജംഡ് ജംഡ് ജംഡ്, അങ്ങനെയുള്ള V1 V2 V3 ഫോംസ് നമ്മൾ എന്താണ് അധികം പഠിച്ചെടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ഈ V1 V2 V3 വളരെയധികം ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ്. നോക്കുക, ഷീ എയ്റ്റ് ആൻ ആപ്പിൾ. ഷീ എയ്റ്റ് ആൻ ആപ്പിൾ. ഇപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നത് V2 ആണ്. ഇപ്പോൾ V2 ആണല്ലോ, ഈറ്റ് എയ്റ്റ്. ഇപ്പോൾ V2 ആയതുകൊണ്ട് നമുക്കറിയാം അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റിലാണ് ഒരു സെന്റൻസ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ വാസ് ഓർ വെയർ പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കണം. എന്താണ് വാസ് ഓർ വെയർ പ്ലസ് V3 ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എഴുതി നോക്കാം, ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ. ഇവിടെ വാസ് ഉപയോഗിക്കോ വെയർ ഉപയോഗിക്കോ, സിംഗുലർ ആണല്ലോ, ആപ്പിൾ ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, വാസ് ഉപയോഗിക്കും. ആൻ ആപ്പിൾ വാസ്. ഇനി ഏത് ഉപയോഗിക്കും, V3 ഫോം ഉപയോഗിക്കും. ഇപ്പോൾ എയ്റ്റ് ആണല്ലോ, ഈറ്റ് എയ്റ്റ് ഈറ്റൺ. ഏതാണ് ഈറ്റൺ. ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ ആരാണ്, ഹെർ. ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ ഹെർ. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3. സിമ്പിൾ പാസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം, സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആം ഈസ് ആർ പ്ലസ് V3. ഒന്നുകിൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് V3. ഇത്ര ഓർത്തിരുന്നാൽ മതി. അല്ലാതെ നിങ്ങൾ എന്താണ് ഒബ്ജക്റ്റ് പ്ലസ് അങ്ങനെ എഴുതി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെർബിന്റെ ING ഫോം ആണ് ഒരു സെന്റൻസിൽ തന്നിരിക്കുന്നത്. നോക്കുക, ഇപ്പോൾ ഒരു സെന്റൻസിൽ വെർബിന്റെ ING ഫോം ഉണ്ടോ എന്ന് മാത്രം നോക്കുക. വെർബിന്റെ ING ഫോം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബീയിങ് പ്ലസ് V3 ആണ്. എന്താണ് ബീയിങ്. ING തന്നാൽ എന്താണ് ബീയിങ് പ്ലസ് V3. അതിൽ തന്നെയുണ്ട് വെർബിന്റെ ING ഫോം ആണ് വരുന്നതെങ്കിൽ ബീയിങ് പ്ലസ് V3. ഏതാണ് ബീയിങ് പ്ലസ് V3. നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കാം, ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഇവിടെ ഈറ്റിംഗ് ഉണ്ടല്ലോ, വെർബിന്റെ ING ഫോം വന്നിട്ടുണ്ട്. വെർബിന്റെ ING ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബീയിങ് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും, ആൻ ആപ്പിൾ. ഇനി ഓക്സിലറി വെർബ് അതുപോലെ എഴുതണം, ആൻ ആപ്പിൾ ഈസ്. ഇനി ബീയിങ് പ്ലസ് V3. ആൻ ആപ്പിൾ ഈസ് ബീയിങ് ഈറ്റ് എയ്റ്റ് ഈറ്റൺ. ഈറ്റിന്റെ V3 ഏതാണ്, ഈറ്റൺ തന്നെയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ V3 ഉപയോഗിക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻ ആപ്പിൾ ഈസ് ബീയിങ് ഈറ്റൺ ബൈ ഹെർ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മൂന്നാമത്തത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തന്നിരിക്കുന്ന വെർബിന്റെ ING ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ബീയിങ് പ്ലസ് V3. എന്താണ് ബീയിങ് പ്ലസ് V3. ഓക്സിലറി വെർബിന് ശേഷം ബീയിങ് പ്ലസ് V3. ഓക്സിലറി വെർബിന് ശേഷം ബീയിങ് പ്ലസ് V3 എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് ഈസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഈസ് ഉപയോഗിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2 കൂടി പഠിക്കുന്ന സമയത്ത് നമ്മളിത് പൂർണ്ണമായിട്ടും പഠിക്കും. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആം ഈസ് ആർ പ്ലസ് V3. സിമ്പിൾ പാസ്റ്റ് ആണ് തരുന്നതെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3. ഇനി ING ഫോം ആണ് തരുന്നതെങ്കിൽ ബീയിങ് പ്ലസ് V3. എന്താണ് ബീയിങ് പ്ലസ് V3. ഓക്കെ ആണല്ലോ. ഇത്രയും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇനി 2 കൂടി എന്ത് ചെയ്യാം, പഠിക്കാം. അതിനുശേഷം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പഠിക്കും. 2 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവിടെ സെന്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ സെന്റൻസിൽ എന്താണ് ഹാസോ ഹാവോ
ഹാഡോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബീൻ പ്ലസ് V3 ആണ്. ഏതാണ്? ബീൻ പ്ലസ് V3. എന്താണ്? ബീൻ പ്ലസ് V3. ഓർത്തിരിക്കുക, സെന്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ അവിടെ ബീൻ പ്ലസ് V3 ഉപയോഗിക്കണം. ഏതാണ്? ബീൻ പ്ലസ് V3. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ദേ ഹാവ് ഈറ്റൻ ആൻ ആപ്പിൾ. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? ഹാവ് ഉണ്ടല്ലോ. അപ്പോൾ ഹാവ് ഒന്നും, അപ്പോൾ നമുക്കറിയാം ബീൻ പ്ലസ് V3 ഉപയോഗിക്കണം. അപ്പോൾ ബീൻ പ്ലസ് V3 നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇവിടെ എങ്ങനെ വരും? ആൻ ആപ്പിൾ. ഇവിടെ ആൻ ആപ്പിൾ എന്ന് വന്നതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിക്കില്ല. ആൻ ആപ്പിൾ എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ ആയിട്ടുള്ള ഹാസ് ഉപയോഗിക്കണം. അവിടെ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ ആയിട്ടുള്ള ഹാസ് ഉപയോഗിക്കണം. ആൻ ആപ്പിൾ ഹാസ്. അപ്പോൾ ആപ്പിൾസ് എന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിച്ചേനെ. ഇവിടെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതാണ്. നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് ഇവിടെ ഓക്സിലറി വെർബ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ എഴുതണം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ എഴുതണം. ഓക്കെ ആണല്ലോ. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാസ് ഉപയോഗിച്ചു. ഇനി ബീൻ അല്ലേ, ഹാസ് ഓർ ഹാവ് ഉണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ബീൻ പ്ലസ് V3. V3 ഏതാണ്? ഈറ്റൻ. ഈറ്റൻ തന്നെയാണ് V3. അപ്പം എങ്ങനെ വരും? ആൻ ആപ്പിൾ ഹാസ് ബീൻ ഈറ്റൻ ബൈ ദേ. ദേ അവസാനം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പഠിച്ചു. ദേ ആണെങ്കിൽ ദം എഴുതും, ദേ ആണെങ്കിൽ ദം എഴുതും. ഓക്കെ ആണല്ലോ. ആൻ ആപ്പിൾ ഹാസ് ബീൻ ഈറ്റൻ ബൈ ദം. ഓക്കെ ആണല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ആണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ ബീൻ പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഏതാണ്? ബീൻ പ്ലസ് V3 ആണ്. സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. ഇനി ഒന്നുകൂടി ഉണ്ട്. തന്നിരിക്കുന്ന സെന്റൻസിൽ വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ തുടങ്ങിയ മോഡൽ ഓക്സിലറീസ് ആണെങ്കിൽ ഏതൊക്കെയാണ്? വിൽ, ഷാൾ, ക്യാൻ, മേ എന്നീ മോഡൽ ഓക്സിലറീസ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ബി പ്ലസ് V3 ആണ്. ഏതാണ്? ബി പ്ലസ് V3. ഏത് ഉപയോഗിക്കണം? ബി പ്ലസ് V3 ഉപയോഗിക്കണം. ഓർത്തിരിക്കുക, ഇവിടെ ബീൻ പ്ലസ് V3, ഇവിടെ ബി പ്ലസ് V3 ആണ്. ഇപ്പൊ രാഹുൽ വിൽ പാസ് ദ മെസ്സേജ്. ഓക്കെ ആണല്ലോ സെന്റൻസ്. ഇവിടെ വില്ലുണ്ട്. ഇപ്പൊ വില്ല് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ബി പ്ലസ് V3 ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് എഴുതി തുടങ്ങാം. ദ മെസ്സേജ്, നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് തുടങ്ങിയല്ലോ. ദ മെസ്സേജ്. ഇനി വിൽ എഴുതി, ഓക്സിലറി എഴുതി. ഇനി ബി പ്ലസ് V3 വിൽ ബി പാസ്. ഇപ്പോൾ വെർബ് എന്ന് പറയുന്നത് പാസ് ആണ്. പാസ് എന്ന് വെച്ചാൽ V1 ആണ്. പാസിന്റെ V3 എന്താണ്? പാസ്ഡ്. ഏതാണ്? പാസ്ഡ് ആണ്. വിൽ ബി പാസ്ഡ് ബൈ ആരാണ്? രാഹുൽ. വിൽ ബി പാസ്ഡ് ബൈ രാഹുൽ. ഓക്കെ ആണല്ലോ. പേര് വന്നാൽ നമ്മൾ എന്താണ്? പേര് തന്നെ എഴുതണം. ഓക്കെ ആണല്ലോ. ഇപ്പൊ രാഹുൽ വിൽ പാസ് ദ മെസ്സേജ്. അപ്പൊ എങ്ങനെ വരും? ദ മെസ്സേജ് വിൽ ബി പ്ലസ് V3 എന്നാണ്. ബി പാസ്ഡ് ബൈ രാഹുൽ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞു. ഈ 5 കാര്യങ്ങളിലൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആം, ഈസ്, ആർ പ്ലസ് V3. തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3. തന്നിരിക്കുന്ന സെന്റൻസിൽ ING ഫോമാണ് ഉള്ളതെങ്കിൽ ബീയിങ് പ്ലസ് V3. BEING ബീയിങ് പ്ലസ് V3. തന്നിരിക്കുന്ന സെന്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ആണ് ഉള്ളതെങ്കിൽ ബീൻ പ്ലസ് V3. എന്താണ്? ബീൻ പ്ലസ് V3. തന്നിരിക്കുന്ന സെന്റൻസിൽ വിൽ, ഷാൾ, ക്യാൻ, മേ ഒക്കെ ആണെങ്കിൽ അവിടെ ബി പ്ലസ് V3. എന്താണ്? ബി പ്ലസ് V3. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ഈ 5 കാര്യങ്ങളിലൂടെ ഇതെല്ലാം പഠിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് തെറ്റാനുള്ള എല്ലാ ചാൻസും ഇല്ലാതായിക്കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച 5 രീതികൾ, ആ 5 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? കാണുക. someone has stolen the book. someone has stolen the book. ആരും എന്ത് ചെയ്തു? ബുക്ക് അടിച്ചു മാറ്റി. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് എങ്ങനെയുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 5 ടൈപ്പ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഹാസ് ഉണ്ട് അല്ലെ. ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കണം? അവിടെ ബീൻ പ്ലസ് V3 ഉപയോഗിക്കണം. നമുക്കറിയാം ബീൻ പ്ലസ് V3. അപ്പോൾ നമുക്ക് എഴുതി നോക്കാമല്ലോ. അപ്പോൾ ദ ബുക്ക് ഹാസ്. ബുക്ക് വന്നതുകൊണ്ട് ഹാസ് തന്നെയാണ്. ദ ബുക്ക് ഹാസ്. ഇനി ഓക്സിലറി വെർബിന് ശേഷം ബീൻ പ്ലസ് V3 ഉപയോഗിക്കണോ? ബീൻ പ്ലസ് V3. ഹാസ് ബീൻ. ഇനി സ്റ്റോൾ അല്ലെ. സ്റ്റോളൻ തന്നെയാണ് V3. സ്റ്റോളൻ. ഹാസ് ബീൻ സ്റ്റോളൻ. ദ ബുക്ക് ഹാസ് ബീൻ സ്റ്റോളൻ ബൈ ആരാണ്? ബൈ സംവൺ. ബൈ സംവൺ. പീസ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാം. ദ പോലീസ് വിൽ അറസ്റ്റ് ദ തീഫ്. ദ പോലീസ് വിൽ അറസ്റ്റ് ദ തീഫ്. ഓർക്കുക, അതിലേതെങ്കിലും നമുക്ക് ഹിന്റ് കിട്ടുമല്ലോ, ഏതെങ്കിലും സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? വില്ല്. തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തുണ്ട്? വില്ലുണ്ട്. ഇപ്പൊ വിൽ, ഷാൾ, ക്യാൻ, മേ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ബി പ്ലസ് V3 അല്ലേ. ബി പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എഴുതി തുടങ്ങാലോ. ദ തീഫ്
വിൽ, ഇനി ബി പ്ലസ് വി ത്രീ. ദ തീഫ് വിൽ ബി, അറസ്റ്റ് ആണല്ലോ, അറസ്റ്റ് V1 ആണ്, അറസ്റ്റിന്റെ V3 എന്താണ്? അറസ്റ്റ്, അറസ്റ്റഡ്, അറസ്റ്റഡ്. ഏത് തന്നെയാണ്? അറസ്റ്റഡ് ആണ്. വിൽ ബി അറസ്റ്റഡ് ബൈ, ആരാണ്? അറസ്റ്റഡ് ബൈ ദ പോലീസ്, അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദ തീഫ് വിൽ ബി അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഇപ്പോൾ വില്ല് വന്നതുകൊണ്ട് ബി പ്ലസ് വി ത്രീ, ഹാസ് വന്നതുകൊണ്ട് ബീൻ പ്ലസ് വി ത്രീ, ഇത്രേ ഉള്ളൂ. ഇനി ഷീ സിങ്സ് എ സോങ്. ഇപ്പോൾ സിങ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? സിങ്സ് എന്ന് പറയുന്നതാണ് V1 ഫോം ആണ്. V1 വന്നാൽ എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് വന്നാൽ ആം ഈസ് ആർ പ്ലസ് വി ത്രീ, ആം ഈസ് ആർ പ്ലസ് വി ത്രീ. ഇപ്പോൾ എ സോങ്ങിൽ തുടങ്ങുന്നു, എ സോങ്. ഇനി എ സോങ് ആയതുകൊണ്ട് നമ്മൾ ആം ഉപയോഗിക്കുമോ, ഈസ് ഉപയോഗിക്കുമോ, ആർ ഉപയോഗിക്കുമോ? അവിടെ എന്ത് ഉപയോഗിക്കും? ഈസ് ഉപയോഗിക്കല്ലേ, സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. എ സോങ് ഈസ്. ഇനി സിങ് ആണ്, സിങ്ങിന്റെ V3 എന്താണ്? സിങ്, സാങ്, സങ്. സിങ്, സാങ്, സങ് ആണ്. അപ്പോൾ ഏതാണ് V3? സങ് ആണ് V3. എ സോങ് ഈസ് സങ് ബൈ ഹെർ. ഷീ എന്താവും? ലാസ്റ്റ് ഹെർ ആവുമല്ലോ. അപ്പോൾ എ സോങ് ഈസ് സങ് ബൈ ഹെർ. സിമ്പിൾ ആയിട്ട് പഠിച്ചു. അപ്പോൾ അവിടെ എന്താണ്? ആം ഈസ് ആർ പ്ലസ് V3. തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആം ഈസ് ആർ പ്ലസ് V3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അമൽ പോസ്റ്റഡ് ലെറ്റേഴ്സ്, അമൽ പോസ്റ്റഡ് ലെറ്റേഴ്സ്. ഇപ്പോൾ പോസ്റ്റഡ് വന്നു, പോസ്റ്റഡ് വന്നാൽ നമുക്കറിയാം പോസ്റ്റഡ് അല്ലെ V2 ഫോം ആണ്. V2 ഫോം എന്നാൽ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 നമ്മൾ പഠിച്ചതാണ്. വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പോൾ എങ്ങനെ വരും? ലെറ്റേഴ്സ് വാസ് വരുമോ വേറെ വരുമോ? ലെറ്റേഴ്സിന്റെ കൂടെ ഏത് ഉപയോഗിക്കും? പ്ലൂറൽ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോം ആണ്. ലെറ്ററുകൾ അല്ലെ കത്തുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ലെറ്റേഴ്സിന്റെ കൂടെ വാസ് ഉപയോഗിക്കില്ല. ലെറ്റേഴ്സിന്റെ കൂടെ എന്ത് ഉപയോഗിക്കും? വേർ ഉപയോഗിക്കണം. ഏത് ഉപയോഗിക്കണം? വേർ ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഈ സിംഗുലറിന്റെ കൂടെ സിംഗുലർ ഉപയോഗിക്കണം, പ്ലൂറലിന്റെ കൂടെ പ്ലൂറൽ തന്നെ ഉപയോഗിക്കണം. ലെറ്റേഴ്സ് വേർ. ഇനി വാസ് ഓർ വേർ പ്ലസ് V3. പോസ്റ്റഡ്, പോസ്റ്റഡിന്റെ V3 എന്താണ്? പോസ്റ്റഡ്. ഏത് തന്നെയാണ്? പോസ്റ്റഡ് ആണ് V3. അപ്പൊ എങ്ങനെ വന്നു? ലെറ്റേഴ്സ് വെയർ പോസ്റ്റഡ് ബൈ ആരാണ്? അമൽ. ഓക്കെ ആണല്ലോ, അമൽ. ഇനി ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. നമുക്ക് സൂചന കിട്ടും. പ്ലേയിങ് അല്ലെ ING ഫോം വന്നു. തന്നിരിക്കുന്ന സെന്റൻസിൽ ING ഫോം ആണ് വരുന്നതെങ്കിൽ ബീയിങ് പ്ലസ് V3 നമ്മൾ പഠിച്ചതാണ്. ബീയിങ് പ്ലസ് V3, BEING. ഇപ്പൊ എങ്ങനെ എഴുതാം? ഫുട്ബോൾ. ഓക്കെ ആണല്ലോ. ഇനി ആറാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഫുട്ബോളിന്റെ കൂടെ നമ്മൾ എന്താണ്? ആർ ഒരിക്കലും ഉപയോഗിക്കില്ലല്ലോ. ഫുട്ബോൾ ആർ എന്ന് പറയുമോ? ഫുട്ബോൾ എന്ന് വെച്ചാൽ അവിടെ സിംഗുലർ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കണം? ഫുട്ബോൾ ഈസ്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫുട്ബോൾ ഈസ്. ഇനി ING ഫോം വന്നതുകൊണ്ട് ബീയിങ് പ്ലസ് V3. ഫുട്ബോൾ ഈസ് ബീയിങ്. ഇനി പ്ലേ ആണല്ലോ വെർബ്. പ്ലേയുടെ V3 എന്താണ്? പ്ലേഡ്. ഇപ്പം എന്ത് വന്നു? ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദേ എന്താവും? ദെം ആവും. ഓക്കെ ആണല്ലോ, ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്ന, നമ്മളിങ്ങനെ പഠിക്കുന്നതിൽ വരുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് നോക്കേണ്ടത് ദ പോലീസ് വിൽ ഹാവ് അറസ്റ്റഡ് ദ തീഫ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ വില്ലും ഉണ്ട് ഹാവും ഉണ്ട്. അപ്പോൾ നമുക്ക് സംശയം തോന്നും. ഇപ്പോൾ വില്ല് വന്നാൽ B പ്ലസ് V3 ആണല്ലോ, ഹാവ് വന്നാൽ ബീൻ പ്ലസ് V3 ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആണ് എടുക്കേണ്ടതാണ്. ഹാർഡ് ഇല്ല, എന്താണ്? ഹാസ് ഓർ ഹാവ് ആണ് എടുക്കേണ്ടത്. ഏതാണ്? ഹാസ് ഓർ ഹാവ് ആണ് എടുക്കേണ്ടത് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ. ഓക്കെ ആണല്ലോ. അപ്പൊ ഹാസ് ഓർ ഹാവ് ആണ് എടുക്കേണ്ടത് ഇങ്ങനെ വില്ലും ഹാവും വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഹാവ് വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്? ബീൻ പ്ലസ് V3 ആണല്ലോ. എന്താണ്? ബീൻ പ്ലസ് V3. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഹാസ് ഓർ ഹാവ് വരുന്ന കണ്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ദ തീഫ്. ഇനി വിൽ ഹാവ്. ദ തീഫ് വിൽ ഹാവ്. ഇനി അറസ്റ്റ് ആണല്ലോ. അറസ്റ്റിന്റെ V3 എന്താണ്? ഇനി ഹാവ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഹാവിന് ശേഷം എന്ത് ഉപയോഗിക്കണം? ബീൻ ഉപയോഗിക്കണ്ടേ? ഹാവ് എന്നതുകൊണ്ട് എന്ത് ഉപയോഗിക്കണം? ബീൻ ഉപയോഗിക്കണം. ഏതാണ്? ബീൻ പ്ലസ് V3 ഉപയോഗിക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ, വില്ലും ഹാവൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഹാവ് വരുന്ന കാര്യമാണ് എടുക്കേണ്ടത്. അപ്പൊ ഹാവിന് ശേഷം എന്ത് ഉപയോഗിച്ചു? ബീൻ പ്ലസ് V3. എന്താണ്? ബീൻ പ്ലസ് V3. അപ്പൊ ബീൻ കഴിഞ്ഞ് V3 ഏതാണ്? അറസ്റ്റിന്റെ V3 അറസ്റ്റഡ്. അപ്പൊ എങ്ങനെ വരും? The thief will have been arrested by the police. ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്തത്. ഇപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ വില്ലാണ്. ഇപ്പൊ വില്ല് അത് B പ്ലസ് V3 ആണ്. പക്ഷെ വില്ലും ഹാവും വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നേരത്തെ പഠിച്ച ഹാസ് ഓർ ഹാവ് വരുന്ന അതെടുക്കണം.
അപ്പോൾ ബീൻ പ്ലസ് V3 ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ, ബീൻ പ്ലസ് V3 ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ തെറ്റാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയല്ല, ഇനി ഒരു പാർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മളെന്താണ് ടെൻസ് അധികം ഉപയോഗിക്കാതെ 5 രീതിയിൽ നമ്മൾ ഇത് ഈസി ആയിട്ട് എന്താണ് പഠിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഉണ്ടല്ലോ, കമാൻഡ് ഓർ റിക്വസ്റ്റ് രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടല്ലോ, ആജ്ഞകൾ, അപേക്ഷകൾ, അങ്ങനെ വരുന്ന സെൻറ്റൻസ് എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അതുപോലെ ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, അതെങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അതുകൂടി പഠിക്കുമ്പോഴാണ് നമ്മൾ പാസീവ് വോയിസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ 5 രീതികളേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ തന്നെ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ആം, ഈസ്, ആർ പ്ലസ് V3. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ING ഫോം ആണെങ്കിൽ ബീയിങ് പ്ലസ് V3. ഹാസ്, ഹാവ്, ഹാഡ് ആണെങ്കിൽ ബീൻ പ്ലസ് V3. അതുപോലെ വിൽ, ഷാൾ, ക്യാനൊക്കെ ആണെങ്കിൽ ബി പ്ലസ് V3. ഇതാണ് ഇതിൻ്റെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടെ നമുക്ക് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ ഇതെന്താണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഓരോ മാർക്കും വളരെ എന്താണ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്താണ് കൂടുതൽ എന്താണ് കടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഭാഗവും വിടാതെ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.